പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റായോ പാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡായോ തയ്യാറാക്കാവുന്ന ഉലുവയില പറാഠ അഥവാ മേഥി പറാഠയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത്. ഈ മേഥി പറാഠ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മടിക്കരുത്. കുറേ അധികം മേഥി എനിക്ക് കിട്ടിയപ്പോൾ പകുതി ഞാൻ തോരനായും പകുതി പറാഠയ്ക്കായും ഉപയോഗിച്ചു. തോരൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഞാൻ ക്ലിപ്പ് ചെയ്യുന്നതാണ്, അതും കണ്ടു നോക്കൂ. ബാക്കി മേഥി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായി അരിയുന്നു. അതിലേക്ക് ഗോതമ്പ് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി എന്നിവയാണ് ചേർക്കുന്നത്. ഇല എത്രയാണോ എടുക്കുന്നത് അതിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പരുവത്തിനത്രയും ഗോതമ്പ് മാവ് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പും 1/4 ടീസ്പൂണിൽ താഴെ കായപ്പൊടിയും ചേർക്കാം. മുളക് പൊടി ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് എരിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്, എങ്കിലും എരിവ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചേർത്തന്നേ ഉള്ളൂ. ഇതെല്ലാം ചേർത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ച ശേഷം പാകത്തിന് വെള്ളം കുറേശ്ശെയായി തളിച്ച് ചപ്പാത്തി മാവ് പോലെ ഇതേപോലെ കുഴച്ചെടുക്കുക. കുഴച്ച് തീരാറാവുന്ന സമയം ഏറ്റവും ഒടുവിൽ ഒരൽപ്പം എണ്ണ കൂടെ തൂവി വീണ്ടും ഒന്നുകൂടി കുഴച്ച് മാറ്റിവെക്കുക. മാവ് റോൾ ചെയ്ത് ഏകദേശം ഒരേ വലിപ്പമുള്ള ഉരുളകളാക്കി മാറ്റുന്നു. ഇവിടെ 16 ഉരുളകൾ ഞാൻ തയ്യാറാക്കി. ഇനി സാധാരണ റോട്ടി, പറാഠ, ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഓരോ ഉരുളകളും നന്നായി ഒന്നുരുട്ടി മാവിലൊന്ന് മുക്കി ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തുന്നു. ആലു പറാഠ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പറാഠയാണ് മേഥി പറാഠ. പൊതുവെ മേഥി ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്ന സാധനമല്ലെങ്കിൽ പോലും മേഥി പറാഠയാക്കുമ്പോൾ അതിന് യാതൊരു കയ്പുമില്ല, വളരെ ടേസ്റ്റിയുമാണ്. പറാഠകളെല്ലാം തന്നെ പരത്തി ഇനി ചുട്ടെടുക്കാം. ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായ ശേഷം പറാഠ ഇട്ട് അതിനുമേൽ എണ്ണയും തൂവി ഇരുവശങ്ങളും തിരിച്ചും മറിച്ചുമിട്ട് നല്ലപോലെ ചുട്ടെടുക്കുന്നു. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട കാര്യമില്ല, ഇരുവശവും ഒന്ന് പൊള്ളിയാൽ മാത്രം മതി. എണ്ണയോ നെയ്യോ ഒരൽപ്പം തൂവി ഇതുണ്ടാക്കുന്നതാണ് നല്ലത്. തീരെ ഡ്രൈ ആയി പറാഠ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് കാണില്ല. ഒട്ടും തന്നെ കയ്പില്ലാത്ത വളരെ രുചിയുള്ള നല്ല ഒന്നാന്തരം ന്യൂട്രീഷ്യസ് ആയ മേഥി പറാഠ റെഡിയാണ്. ഇത് തൈരിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഒരൽപ്പം തൈരെടുത്ത് പറാഠ ഒന്ന് മുറിച്ച് അതിൽ മുക്കി കഴിക്കുകയാണെങ്കിൽ വളരെ വളരെ ടേസ്റ്റിയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉലുവയില കിട്ടിയാൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ വരാം. ബൈ ബൈ.